ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ് അശ്വമേധം. കാണാം പാലക്കാട്ടെ അശ്വമേധ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുന്നു. തിളച്ചുമറിയുന്ന താപനിലയുള്ള പാലക്കാട്. നിങ്ങൾ ഈ പാലക്കാട് ചൂടിനെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ചൂട് നമ്മൾ പരിചയപ്പെട്ടു പോയത്. ചൂട് പരിചയപ്പെട്ടു. ഇപ്പൊ 40 ഡിഗ്രി ഒന്നും പറഞ്ഞാൽ പാലക്കാടിനൊന്നും അല്ല. 42 വരെ എത്തി. എങ്ങനെയാ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം? ആരാ സാധ്യത? വിജയരാഘവനാണോ അതോ ശ്രീകണ്ഠനാണോ ശ്രീകൃഷ്ണകുമാറാണോ? എന്തായാലും അടുത്ത റൗണ്ടിലേ പറയാൻ പറ്റൂ. അല്ല, പാലക്കാട് വിജയരാഘവൻ തന്നെയാണ്. പാലക്കാട് വിജയരാഘവൻ തന്നെയാണോ? എങ്ങനെയാണ് ബ്രോ പാലക്കാട് ചൂട് എങ്ങനെയാ? മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാണ്, ഇവിടെ ആസ്വദിക്കാൻ വേണ്ടി വന്ന. ചൂട് ആസ്വദിക്കാൻ വേണ്ടി പാലക്കാട് വന്നപ്പോ എന്ത് തോന്നി? പാലക്കാട് ഒരു രാഷ്ട്രീയം, പാലക്കാട് രാഷ്ട്രീയം ശ്രീകണ്ഠൻ ജയിക്കും എന്നുള്ളത്. ഷാഫി ഭാഗ്യ ഒരു വിത്തുണ്ടല്ലോ അവിടെ. ചേച്ചി എങ്ങോട്ട് പോകുന്നു? ഹനുമാൻ കോവിലേക്ക് പോണു. ജീവിതമൊക്കെ സുഖമായി പോകുന്നുണ്ടല്ലോ. പിണറായി സർക്കാരിന്റെ ഭരണം കൊണ്ട് തെണ്ടി പിച്ചപാത്രം എടുത്തിരിക്കുകയാണ്. ആണല്ലേ? നമ്മുടെ LDF സ്ഥാനാർത്ഥി വിജയരാഘവൻ നമുക്കൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പൊ 2 ഘട്ടം പൂർത്തിയായി. 3-ം ഘട്ടത്തിലേക്ക് എത്തിയോ? 5 ഘട്ടം പൂർത്തിയാക്കി. 5 റൗണ്ട് കഴിയുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ തോത് എങ്ങനെയാ? നല്ല നിലയിൽ അത് ഡെവലപ്പ് ചെയ്തു തോന്നുന്നു. എല്ലാ ന്യൂക്ക് ആൻഡ് കോർണറിൽ എത്തിച്ചേരാൻ പറ്റും. ഏറ്റവും നല്ലത് എല്ലാ ഇടങ്ങളിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് മണ്ഡലത്തിൽ വിവിധ ആളുകളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കർഷകരെ കണ്ടിട്ടുണ്ടാവും, ഒപ്പം തന്നെ പാലക്കാട് നഗരത്തിനുള്ളിലുള്ള വോട്ടർമാരെ കണ്ടിട്ടുണ്ടാവും. എവിടെ നിന്നാണ് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത്? നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ജീവിത പ്രയാസങ്ങളിലൂടെയാണ് സാധാരണ പാലക്കാട്ടുകാരും കടന്നു പോകുന്നത്. അവർ ഈ പലരും തൊഴിലുറപ്പ് കൊണ്ട് ജീവിക്കുന്ന എത്ര കുടുംബങ്ങളാണ്. തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് മാത്രം അതൊക്കെ ഇല്ലാണ്ടായാൽ തീർന്നു. അങ്ങനെയാണ് ഞാൻ കണ്ടത്. എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് അതാണ്. മനുഷ്യൻ ഈ തൊഴിലുറപ്പിൽ കിട്ടുന്ന 100 ദിവസത്തെ ആ വരുമാനം കൊണ്ട് ഒരു കൊല്ലം ജീവിക്കുക എന്നുള്ള ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് വനിതകൾ, സ്ത്രീകൾ. ഇന്നത്തെ കാലത്തിനോട് പൊരുത്തപ്പെടാൻ നടത്തുന്ന പ്രയാസങ്ങളാണ് സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കിയത്. പാലക്കാട് കുറെ കായിക താരങ്ങൾ ഇവിടെ പരിശീലനം നടത്തുന്നുണ്ട്. നമ്മള് ഡിഫൻസിന്റെ ട്രെയിനിങ് കോച്ചിങ് കൊടുക്കുക. ഡിഫൻസിന്റെ കോച്ചിങ്. വൈ ഡിഫൻസ്? എന്തുകൊണ്ട് ഡിഫൻസ്? അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. ആണോ? എയർഫോഴ്സ്, നേവി ഓർ ആർമി? അല്ലെ, ആർമി, എയർഫോഴ്സ്, നേവി. നമുക്കൊപ്പം ഷെറി ഉണ്ട്. ഷെറി ഒരു ഗായകനാണ്. എരിവേനൽ ചൂടിന്റെ കഥയാകെ മറന്നു, ഒരു ധന്യ ബിന്ദുവിൽ കാലമലിഞ്ഞു. എന്താണ് നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്നത്? നമ്മളെ കൂടെ കൂട്ടുവോ? റൗണ്ട് കളിക്കാം. ശരി, ഏറ്റവും ചെറുപ്പം ഇദ്ദേഹമാണ്. പക്ഷേ ഇപ്പൊ കുറച്ച് നാളായിട്ട് വിസില മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ കുറച്ചു നേരമായിട്ട് നോക്കുന്നുണ്ട്. മൊത്തത്തിൽ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യത എന്താ? പാലക്കാട് മണ്ഡലത്തിലെ മറ്റേ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച BJP ആണ് അവിടെ ഒന്നാമത്. VK ശ്രീകണ്ഠൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? BJP ജയിക്കാൻ ചാൻസ് ഉണ്ട്. BJP ജയിക്കാൻ സാധ്യതയുണ്ട്. ശ്രീകണ്ഠൻ ജയിക്കാൻ സാധ്യതയുണ്ട്. എന്താ? പാലക്കാടിലെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. BJPക്ക് ചാൻസ്. ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. ടൈറ്റ് ആരൊക്കെ തമ്മിലാണ്? കോൺഗ്രസും LDFും തമ്മിലാണോ മത്സരം? അതോ LDFും BJPയും തമ്മിലാണോ? അതോ കോൺഗ്രസും BJP? 3 പേരും തമ്മിൽ നല്ല ടൈറ്റ് മത്സരം. 3 പേരും ടൈറ്റ് മത്സരമാണ്. മാമി, വിഷു വന്താച്ച്. ചൂട് എങ്ങനെയുണ്ട്? ജാസ്തിയാ? ചൂട് ജാസ്തിയില്ല, മനുഷ്യന്മാർക്ക് ചൂട് ജാസ്തി. ഇതിപ്പം എത്ര വില? 50 രൂപയ്ക്ക് എത്ര കൊടുക്കും? 50 രൂപയ്ക്ക് എത്ര കൊടുക്കും? 50 രൂപയ്ക്ക് ഒരു കെട്ട്. 50 രൂപയ്ക്ക് ഒരു കെട്ട്. ഒരു കെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് അല്ലേ? ഇത്രയുമാണ് അല്ലേ? ഇത്രയുമാണ് ഒരു കെട്ട്. വല്ലങ്ങി വാദ്യ കലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരി മേളം. റെഡി? 1 2 3. വിഷുദിനാശംസകളോടെ നമ്മൾ സൈനിങ് ഓഫ് ഫ്രം പാലക്കാട്, ഫ്രം കൽപ്പാത്തി.